വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഒരു പീസ്ഫുൾ ആയ ലൊക്കേഷനിലാണോ നിങ്ങൾ വീട് അന്വേഷിക്കുന്നത്? സിറ്റി ലൈഫിൽ നിന്ന് മാറി വേണം ഒരു വീട്, എന്നാൽ അതൊരു സ്പേഷ്യസ് ആയ വില്ല പ്രൊജക്റ്റുമായിരിക്കണം. ഇങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീടാണ് നിങ്ങൾക്ക് ഏറ്റവും അത്യുത്തമം. 5.5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി റൂമോടും കൂടിയാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കണ്ടംപററി ബോക്സി എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ എലിവേഷന് ഭംഗി നൽകാനായി ധാരാളം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. പെരുമ്പാവൂർ പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ മലയിടതുരുത്ത് ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ 5 മീറ്ററോളമാണ് ഇവിടെ റോഡിന്റെ വിഡ്ത് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. 4 വീടുകളാണ് ഇപ്പോൾ പണി പൂർത്തിയായിക്കൊണ്ട് ഇരിക്കുന്നത്. അതിലെ പൂർത്തിയായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാഡിംഗ് ടൈലും 4-വേ ലൈറ്റും ഒക്കെ കൊടുത്ത് ചെറിയൊരു ഗ്രില്ലും നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കോമ്പൗണ്ട് വാളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 5 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 18.5 അടിയിലേറെ നീളവും 13.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ കിഴക്ക് ഭാഗത്താണുള്ളത്. 14 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും ബാംഗ്ലൂർ സ്റ്റോൺ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിന് വരാനുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയായിട്ട് ഒരു ഫൗണ്ടൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ഗാർഡൻ ചെയ്യാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. നമ്മളിനി വീടിൻ്റെ നോർത്ത് സൈഡിലേക്കാണ് വരുന്നത്. ഇവിടെയായിട്ട് CCTV ക്യാമറകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3.5 അടിയാണ് ഈ ഒരു ഭാഗത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ഡൈനിങ് റൂമിൽ നിന്ന് വ്യൂ കിട്ടുന്ന ഒരു കോർട്ട്യാർഡ് സ്പേസ് കൂടി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലാണുള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 7 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. വീടിൻ്റെ 4 സൈഡിലേക്കും CCTV ക്യാമറകൾ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 11.5 അടിയിലേറെ നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് അതിമനോഹരമായ ഒരു ഗാർഡനും കാണാം. ഇവിടെയായിട്ട് 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. തേക്കിൻ തടിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു പാസേജ് വളരെ മനോഹരമായിട്ടാണ് സീലിങ്ങുകളൊക്കെ ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത്. 11.5 അടിയിലേറെ നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഈ പോർഷന്റെ മുകൾ ഭാഗത്ത് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. ഈസ്റ്റിലേക്ക് വലിയൊരു വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ലിവിംഗ് സ്പേസിന് 2 വാൾ ഫാനുകളാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡക്ക സ്പേസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ TV യൂണിറ്റിനെ കണ്ടിന്യൂ ചെയ്ത് ഒരു പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകൾ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. 14 അടിയിലേറെ നീളവും 12 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു ഡോറ് നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്.
ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. വാഷ് കൗണ്ടറിന്റെ ഈ സൈഡിലായിട്ട് ഒരു പാർട്ടീഷനും നൽകിയിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ട് മനോഹരമായ ഒരു ക്രോക്കറി യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഈ വീടിന് വീഗാർഡിന്റെ വയേഴ്സും ലെഗ്രാൻഡിന്റെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. AC, സീലിംഗ് ഫാൻ, CCTV എന്നിവ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ട് മനോഹരമായ ഒരു ഡെക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. അവിടെയായിട്ടൊരു ക്രോക്കറി യൂണിറ്റ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഒരു ഭാഗം മനോഹരമായി പാനലിംഗ് വർക്കൊക്കെ ചെയ്താണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്സും ഇവിടെ നൽകിയിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ ഓപ്പൺ കിച്ചൺ വരുന്നത്. 14 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. നോർത്തിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു കിച്ചണിൽ കിട്ടുന്നുണ്ട്. ഗ്ലോസി ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. കൂടാതെ ഇവിടെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ വർക്ക് ഏരിയ വരുന്നത്. 13 അടി നീളവും 6 അടി വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്താണ് ഈ ഒരു വർക്ക് ഏരിയ ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം കൗണ്ടർ സ്പേസും ധാരാളം സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ ഒരു വർക്ക് ഏരിയയിൽ ലഭിക്കുന്നുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിയൊരു മിറർ കൂടി വരാനുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോടുകൂടി ഈ ഒരു ബെഡ്റൂമിന് എയർ കണ്ടീഷനും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ജാഗ്വാറിന്റെയും സെറയുടെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും എല്ലാം ഈ ഒരു ബാത്റൂമിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെയും ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലിയൊരു വിൻഡോയും നോർത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനും എയർ കണ്ടീഷനോടും കൂടി ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമും സീലിംഗ് ഒക്കെ ചെയ്താണ് വന്നിരിക്കുന്നത്. കൂടാതെ ജാഗ്വാറിന്റെയും സെറയുടെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും എല്ലാം ഈ ഒരു ബാത്റൂമിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡൻ ഡിസൈനുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് വരുന്നത്. ഗ്ലാസ്സിന് ഫിറ്റ് ചെയ്യാനായിട്ട് ഉണ്ട്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. കയറി വരുമ്പോൾ ഈ ഒരു വോളിൽ വലിയൊരു ഗ്ലാസ് ഡോർ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വളരെ മനോഹരമായിട്ടാണ് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിന്റെ ഫാമിലി ലിവിംഗ് സ്പേസിലേക്കാണ്. 14.5 അടിയിലേറെ നീളവും 12 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഒക്കെ തന്നെ പാനലിംഗ് ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡെക്കർ സ്പേസും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു TV യൂണിറ്റ് വന്നിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയ ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി റൂമിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് വാഷ് കൗണ്ടറിന്റെ മുകളിലായിട്ടുള്ള ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇനി നമ്മൾ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. 3.5 അടിയിലേറെയാണ് ഈ ഒരു പാസേജിന്റെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ ലിവിംഗ് സ്പേസിന്റെ ഡബിൾ ഹൈറ്റ് പോർഷൻ വരുന്നത്. അവിടെയായിട്ട് വലിയൊരു ഗ്ലാസ് വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ വലിയ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബാൽക്കണിയും വരുന്നു. കൂടാതെ ഇവിടെയായിട്ട് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്.
14 അടിയോളം നീളവും 11.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് ഒരു ചെറിയ ബാൽക്കണിയുമാണ് നൽകിയിരിക്കുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനും എയർ കണ്ടീഷനോടും കൂടി ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാക്സിനി സ്റ്റൈൽ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത ഈ ഒരു ബാത്റൂമിന് ജാഗോറിൻ്റെയും ചെറിയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും എല്ലാം ചെയ്താണ് ഈ ഒരു ബാത്റൂം വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈസ്റ്റിലേക്ക് വലിയൊരു വിൻഡോയും നോർത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനും എയർ കണ്ടീഷനോടും കൂടി ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. മാക്സിനി സ്റ്റൈൽ ഫ്ലോറിങ്ങിനായി കൊടുത്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത ഈ ഒരു ബാത്റൂമിൽ ജാഗോറിൻ്റെയും ചെറിയുടെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ വീടിൻ്റെ എല്ലാ ബാത്റൂമുകളും വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂമിലേക്ക് വരാം. 14.5 അടിയിലേറെ നീളവും 8 അടി വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി റൂമിൽ ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോകളും പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വന്നിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കി ഈ ഒരു യൂട്ടിലിറ്റി റൂം നിങ്ങൾക്ക് സ്റ്റഡി റൂമോ ഗസ്റ്റ് റൂമോ ആയി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറിൻ്റെ ഓപ്പണിംഗ് ആണ്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. 13.5 അടിയിലേറെ നീളവും 7 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കി ഈ ഒരു ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 900 മീറ്റർ, കാക്കനാടേക്ക് 14 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 10 കിലോമീറ്റർ, കലൂരേക്ക് 19 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. 5.5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി റൂമോടും കൂടിയ ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.